ജൂൺ 1 മുതൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ വ്യക്തികളെയും ബിസിനസ്സുകളെയും ബാധിക്കുന്നതാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO 3.0 അവതരിപ്പിക്കാൻ പോകുകയാണ്. ഈ സംവിധാനം നടപ്പിലാക്കിയാൽ EPF അംഗങ്ങൾക്ക് പണം UPI, ATM എന്നിവ ഉപയോഗിച്ച് പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണയായി പണം എടുക്കുന്നതിന് ദീർഘകാലം വേണ്ടി വന്നിരുന്നു. ഇങ്ങനെ വന്നാൽ എളുപ്പത്തിൽ പണമെടുക്കാൻ സാധിക്കുന്നതാണ്. EPF അംഗങ്ങൾക്ക് UPI പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് അവരുടെ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് തുക പരിശോധിക്കാനും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും സാധ്യമാകുന്നതാണ്. അടുത്തത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റമാണ്. ആദായ നികുതി കിഴിവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 15 വരെയാണ്. ഇത് ഫോം 16 പ്രകാരമാണ്. ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നികുതി കുറച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ്. നികുതി ആദായ വകുപ്പിന് സമർപ്പിച്ചു എന്നതിന്റെ തെളിവായി ഇത് കണക്കാക്കുന്നു. ഓരോ വർഷവും ജൂൺ 15 മുമ്പായിട്ടാണ് ഇത് നൽകുന്നത്. ഈ സാമ്പത്തിക വർഷവും ജൂൺ 15 മുമ്പായി തന്നെ ഇത് നൽകണം. ആധാർ വിവരങ്ങൾ സൗജന്യമായി തന്നെ മൈ ആധാർ പോർട്ടൽ വഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ സമയപരിധി എത്തിയിരിക്കുകയാണ്. മൈ ആധാർ പോർട്ടൽ വഴി സൗജന്യമായി ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ജൂൺ 14 അവസാനിക്കും. ഇതിനുശേഷം ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് 25 രൂപ ഫീസ് നൽകേണ്ടി വരും. ആധാർ കേന്ദ്രങ്ങൾ വഴിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ 50 രൂപയും ഫീസ് നൽകേണ്ടി വരുന്നതാണ്. ചില ബാങ്കുകൾ 2025 ജൂൺ മുതൽ ഈ അറിയിപ്പുകൾ കൂടുതലും കൃത്യവുമായി മനസ്സിലാക്കിയതിനു ശേഷം പ്രയോജനപ്പെടുത്തുക. തന്നെ